പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, മനോഹരമായിരിക്കുന്ന നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന് കണ്ട് തക്ക തുണിയെ ചേർത്തതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ വിവാഹ സമയമായപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട വരനെയും വധുവിനെയും ഞങ്ങൾക്കും കർത്താവ് അങ്ങ് നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ആ വിവാഹത്തിന്റെ നിശ്ചയം ഇന്ന് ഈ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ ഓഡിറ്റോറിയത്തിൽ നടക്കപ്പെടുമ്പോൾ കർത്താവിന്റെ വലിയ സാന്നിധ്യം കൊണ്ട് ദൈവം നിറയ്ക്കണമേ. എടുക്കപ്പെടുന്ന തീരുമാനങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് അംഗീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് അസൂയ തോന്നുന്ന വിധത്തിലുള്ള കുടുംബജീവിതം അവർക്ക് നയിക്കപ്പെടുവാൻ കർത്താവ് കൃപ നൽകണമേ. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം ദൈവം മാനിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ, ആമേൻ. ഏറ്റവും വലിയ മാന്യതയാണ് ഇന്ന് പകൽ ഇവിടെ നടക്കപ്പെടുന്നത്. കാരണം കർത്താവ് വിളിച്ചപ്പോൾ പുറകോട്ട് നോക്കാതെ ഒന്നും കാണാതെ വിശ്വാസത്തോടുകൂടി ഇറങ്ങി പുറപ്പെട്ട ഒരു കുടുംബത്തെ ദൈവം മാനിക്കുന്നതിൻ്റെ ഒരു തുടക്കമാണ് ഇന്ന് പകൽ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഞാൻ ഈ പാസ്റ്റർ കെ എ തോമസിനോട്, അതായത് നമ്മുടെ വധുവിൻ്റെ പിതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഹൈറേഞ്ചിലൊക്കെ അവർ ജനിച്ചു വളർത്തപ്പെട്ടെ, എന്നാൽ വേലയോടുള്ള ബന്ധത്തിൽ അവർ തിരുവല്ലയിലും അതിനുശേഷം നമ്മുടെ തൊട്ടടുത്തുള്ള പനിച്ചിക്കാട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ കടന്നു വന്നു കർത്താവിൻ്റെ വേല ചെയ്യുവാൻ അവർ തീരുമാനിച്ചപ്പോൾ കർത്താവ് ആ കുടുംബത്തെ മാനിക്കുന്നത് എത്രയോ ഭംഗിയായിട്ടാണ്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് അരുളി ചെയ്ത ദൈവം ഈ അഭിഷക്തന്മാരെ മാനിക്കാതെ പോകുമോ? ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നവരെ, നിങ്ങളെയും നിങ്ങളുടെ തലകളെയും തലമുറകളെയും മാനിക്കാതെ നമ്മുടെ കർത്താവ് പോകത്തില്ല. വളരെ ധന്യമായ ചില നിമിഷങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. എനിക്ക് അവരുടെ പിതാവിനെ കണ്ട് പരിചയം, എന്നാൽ പ്രിയ മാതാവിനെ, അവരുടെ അമ്മച്ചിയെ നല്ല പരിചയമുണ്ട്. പല പ്രാവശ്യം ഞങ്ങൾക്ക് ഒന്നിച്ച് ആത്മീയ കൂടിവരവുകൾ സംബന്ധിപ്പാനൊക്കെ കർത്താവ് കൃപ നൽകിയിട്ടുണ്ട്. ആ മാതാവിൻ്റെ കണ്ണുനീർ മക്കൾ 6 പേരും അല്ലെ, മക്കൾ 6 പേരും അവർ ഒന്നിച്ച് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ, അതിൽ പ്രിയ അഭിഷക്തന്മാർ പാസ്റ്റർ കെ എബ്രഹാം, പാസ്റ്റർ കെ എ തോമസ്, കേരളത്തിന് തന്നെ മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന് തന്നെ മറക്കാൻ പറ്റാത്ത നല്ല പ്രിയ അഭിഷക്തന്മാരെ കർത്താവ് ഈ ഭൂമിയിൽ നൽകപ്പെട്ടു. അവരുടെ മക്കളും ഈ നാളുകളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. ഇവരെ എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മറ്റു മുഖവരുകളൊന്നും തന്നെ കൂടാതെ ഈ ശുശ്രൂഷയുടെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിൽ ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പാസ്റ്റർ ജോൺ സാമുവേൽ മുൻപോട്ട് കടന്നു വന്ന ആ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ഒരു വേദഭാഗം നമ്മൾ വായിച്ച് അതിനുശേഷം നമ്മൾ അല്പസമയം കൂടെ കർത്താവിനെ സ്തുതിച്ച് തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. അതിനായി പാസ്റ്റർ ജോൺ സാമുവേലിനെ ക്ഷണിക്കും. 20-ാം സങ്കീർത്തനം. യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ.
നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടിയുയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തന്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവൻ ഉത്തരമരുളും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമേയില്ല, അവനെ പോലാരാധില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമില്ല, അവനെ നമുക്കൊന്നിച്ചായിരിക്കാൻ കർത്താവ് കൃപ നൽകി. നമ്മളെ എല്ലാവരെയും എന്തിനാണ് ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ വിളിച്ചു ചേർത്തിരിക്കുന്നതെന്നും വന്നവർക്ക് എല്ലാവർക്കും സ്വാഗതം അറിയിക്കാൻ, രണ്ട് കാര്യങ്ങൾ ഒരുപോലെ സ്വാഗതം അറിയിക്കാനും നിയുക്ത വധുവാകാൻ പോകുന്ന ആൻമേരി തോമസിന്റെ പിതാവ് പാസ്റ്റർ കെ എ തോമസിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. കുലീനമായ ചിന്തകളുടെ ഇടം മനുഷ്യരുടെ ഇടയിൽ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ, കൂട്ടായ്മയുടെ നനവുകൾ വറ്റി വരണ്ടുകൊണ്ടിരിക്കുമ്പോൾ, സ്നേഹവും സൗഹൃദങ്ങളും ഹൃദയബന്ധങ്ങളും അന്യമായിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാനും നിങ്ങളും നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ സമൂഹം വലിയ ഒരു വേനൽ അറുതിയിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുമ്പോൾ, ഭയ ആശങ്കകൾ നിറഞ്ഞ ഓരോ ദിനങ്ങളും ലോകത്തിൽ ഉള്ള ആകമാനം ജനങ്ങളും തള്ളി നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അതിന് നടുവിൽ സ്നേഹത്തിൻ്റെ, ആർദ്രതയുടെ, കരുണയുടെ, പരസ്പര ബഹുമാനത്തിൻ്റെ ഒക്കെ ഓർമ്മകൾ പുതുക്കുവാൻ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ അല്ലെങ്കിൽ ഇരു ഭവനങ്ങൾ തമ്മിൽ ഒരു വിവാഹത്തിലൂടെ ഒരുമിച്ച് ചേർക്കപ്പെടുന്ന ഈ ധന്യനിമിഷം സമ്മാനിച്ച ദൈവത്തിന് ആദ്യമായിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുകയാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ അനേക ചിന്തകൾ, അനേക കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടി വരികയാണ്. പക്ഷേ ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞു നിൽക്കുവാനുള്ള സമയം ഇതല്ല എന്നെനിക്കറിയാവുന്നത് കൊണ്ട് പെട്ടെന്ന് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിച്ച് ഇരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആദ്യമേ ഒരു വാക്കിൽ ഒരു സ്വാഗതം പറഞ്ഞിട്ട് എന്തിനാണ് നമ്മളിങ്ങനെ ഇവിടെ കൂടിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് വരാം. ഇന്ന് നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ പദമലങ്കരിക്കുന്ന, ഞങ്ങൾ ഒരു പിതാവിനെ പോലെ സ്നേഹിക്കുന്ന, വളരെ വർഷങ്ങൾക്ക് മുൻപ് പരിചയമുള്ള, ആ ആലയത്തിൽ പോവുകയും അവിടെ ദൈവനെ ശുശ്രൂഷിക്കുകയും അങ്ങനെ വളരെ അടുത്ത സ്നേഹ ബന്ധമുള്ള, ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പാപ്പച്ചായൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ നെയിം റവറൻ P.A. എബ്രഹാം, കോട്ടയം സുവാർത്ത ചർച്ചിൻ്റെ സീനിയർ ശുശ്രൂഷകൻ. അദ്ദേഹം സുവാർത്ത ചർച്ചിൻ്റെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ
ഒരു സീനിയർ അഭിഷക്തനാണ്. വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ പേരിൽ ഞങ്ങൾ അദ്ദേഹത്തെ ഈ എൻഗേജ്മെൻ്റ് പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഇത്രയും മസിലൊന്നും പിടിച്ചുകൊണ്ട് ഇരിക്കണമെന്നില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാൻ പോവുകയാണല്ലോ. അതുകൊണ്ട് നമുക്കൊത്തിരി, എനിക്കറിയാം കൊറോണ മാറി വേറെ രോഗം വന്നു, അതിൻ്റെയൊക്കെ പേടി നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ തീരുമാനിച്ചൊരു കാര്യമുണ്ട്, വരുന്നിടത്ത് വെച്ച് കാണുക. നമുക്കിനിയിപ്പോൾ ഓടിയൊന്നും ഓടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അതുകൊണ്ട് ഉള്ളത്രയും സമയം ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുക. ഒരു നല്ല സന്തോഷം ഉണ്ടെങ്കിൽ ഒരു ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. പേടിക്കൊന്നും വേണ്ട. പല ചിലരൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിച്ചിരിക്കുന്ന പോലൊക്കെ തോന്നുന്നു. നിങ്ങൾ പേടിക്കണ്ട, വിവാഹ ശുശ്രൂഷയാണ്. ഓക്കെ, എൻഗേജ്മെൻ്റ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചിരിച്ച് സന്തോഷമായിട്ടിരിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പോൾ തന്നെ ഇന്ന് ആ സുവാർത്ത ചർച്ചിലെ തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനും എൻ്റെ ആത്മസ്നേഹിതനുമാണ് ജോമോൻ ജോസഫ്. അദ്ദേഹം അറിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനാണ്. അനേകയിടങ്ങളിൽ അനേക രാജ്യങ്ങളിൽ ദൈവത്താൽ അദ്ദേഹം ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ നമുക്ക് ഇന്ന് മുഖ്യ സന്ദേശം നൽകാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കർത്താവിൻ്റെ വെളിപ്പെടുദാസൻ പാസ്റ്റർ കെ എബ്രഹാം അവറുകളാണ്. അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠ സഹോദരനും അപ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്തമുള്ള അനുഗ്രഹിക്കപ്പെട്ട ദേവദാസനാണല്ലോ നമുക്കറിയാം. എങ്കിലും അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടും വളരെ ആദരവോടും കൂടെ ആമേൻ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ വളരെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പനച്ചിക്കാട് അനുഗ്രഹ പ്രയർ സെൻ്റർ ഞങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് വിദേശത്ത് വന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ച ഒരു കൂട്ടായ്മയാണ്. ആമേൻ. അവിടെ ഞാൻ ഒരു ബ്രാക്കറ്റ് പീരീഡിൽ ട്രിവാൻഡ്രത്ത് ഡിവൈൻ വർഷിപ്പ് സെൻ്ററിൻ്റെ ശുശ്രൂഷകനായിട്ട് ചുമതലയേൽക്കുമ്പോൾ ഇവിടുത്തെ സഭയുടെ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം വഹിച്ചുകൊണ്ടിരിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷ പ്രഭാഷകൻ, ഒരു ബൈബിൾ കോളേജ് അധ്യാപകൻ, ഒരു നല്ല നിരൂപകൻ, ഒരു നല്ല ചിന്തകൻ, എൻ്റെ സ്നേഹിതൻ. ആമേൻ. എല്ലാറ്റിനും ഉപരി അദ്ദേഹം ഇപ്പോൾ അനുഗ്രഹ പ്രയർ സെൻ്ററിൻ്റെ ചുമതല വഹിക്കുന്നു. ആ ദൈവദാസനെ വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ എൻ്റെ സഹോദരിയുടെ ഭർത്താവ്, വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൻ പാസ്റ്റർ മാത്യു ജോർജ് അവറുകൾ. ആമേൻ. അദ്ദേഹം ഇതിൻ്റെ ഞങ്ങളുടെ ഈ കാര്യങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എന്നെപ്പോലെ തന്നെ ആമേൻ ഉത്തരവാദിത്തമായിട്ട് ചെയ്യുന്ന ആളാണെങ്കിലും ദൈവദാസന്മാരെ അതിൻ്റെ നിലയിൽ ആമേൻ ഓരോരുത്തർ താന്താങ്ങളുടെ നിരയിൽ എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ആ നിരയിൽ ഉള്ള ഒരു കർത്താവിൻ്റെ ദാസനായതുകൊണ്ട് ആമേൻ സ്വതന്ത്രം വളരെ സ്നേഹത്തോടെ ആമേൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മറ്റ് ധാരാളം കർത്താവിൻ്റെ ദാസന്മാർ ഇതിന് നടുവിൽ ഇരിപ്പുണ്ട്. ആമേൻ. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ വളരെ സ്നേഹിക്കുന്ന ആമേൻ ഡോക്ടർ KT യോഹന്നാൻ അവർകൾ, ഡോക്ടർ ലതാ യോഹന്നാൻ ഒക്കെ ഈ ഓഡിയൻസിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ട്. അവരെല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരെയും ആമേൻ അവരെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇന്നത്തെ മുഖ്യ അതിഥികളെന്ന് പറയുന്നത് നമ്മളാരുമല്ല. അവരിങ്ങനെ മിന്നിത്തിളങ്ങി വന്നിരിക്കുകയാണ്. എപ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാൻ ഒരു അവസരം കിട്ടുന്നതെന്നുള്ള ചിന്തയൊക്കെ അവരുടെ ഉള്ളിൽ കാണും. ആമേൻ. ഇന്നത്തെ നിയുക്ത ആമേൻ, അതായത് വരൻ വധു. ആമേൻ. എൻ്റെ മകളാണല്ലോ. ആമേൻ. അവളുടെ എൻഗേജ്മെൻ്റാണ് നടക്കുന്നത്. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ ആമേൻ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ അവളെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആമേൻ മരുമകന് ഞാൻ പറയുന്നില്ല, എൻ്റെ മകനായി വരാൻ പോകുന്ന ആമേൻ ബിനീഷ് ബാബുവിനെ വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടെ ഞാൻ എൻഗേജ്മെൻറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ പിതാവ് ഇവിടെയുണ്ട്, KC ബാബു. അതുപോലെ തന്നെ മാതാവ് ബീന ബാബു. സഹോദരൻ ഇവിടെയില്ല, അദ്ദേഹം മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജോർജിയയിൽ. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലാണെങ്കിലും അതുപോലെ മറ്റുള്ള സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ധാരാളം സ്റ്റാഫ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഭവനത്തോട് ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും
ഞങ്ങളുടെ ഭവനത്തിൻ്റെ പേരിൽ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊള്ളും. അപ്പോൾ തന്നെ എൻ്റെ ഭവനമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കടന്നു വന്നിട്ടുള്ള എൻ്റെ സഹോദരങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്, അതുപോലെ എൻ്റെ സ്നേഹിതന്മാരായിട്ടുള്ള ദൈവദാസന്മാരുണ്ട്, അതുപോലെ എൻ്റെ നല്ലവരായ അയൽവാസികളുണ്ട്. അതിനേക്കാൾ ഉപരി അനുഗ്രഹ പ്രേസ് സെൻ്ററിലുള്ള ദൈവ മക്കളുണ്ട്. അതുപോലെ തന്നെ ഡിവൈൻ സെൻ്ററിൽ നിന്നും ചുരുക്കം ചില ദൈവമക്കൾ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യും. ഇവിടെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഈ സിസ്റ്റമൊക്കെ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ക്യാമറ ഒക്കെ ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ടവർ, അതിനേക്കാളെല്ലാം ഉപരി നമ്മുടെ ഈ സന്തോഷം പൂർണ്ണമാകുന്നത് ഇതുകൊണ്ടല്ല. ഇത് കഴിഞ്ഞൊരു ഭക്ഷണമുണ്ട്, അത് ക്രമീകരിച്ചിരിക്കുന്നവരോട് നിൽപ്പുണ്ട്. അപ്പം അവരെല്ലാവരെയും ഇതിൻ്റെ ടെക്നീഷ്യന്മാർ, ഇപ്പോൾ ഇതെല്ലാം അനുഗ്രഹിക്കുന്നത് കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ അകത്ത് ഡെക്കറേഷൻകാരുണ്ട്, ലൈറ്റ് ആൻഡ് സൗണ്ടുകാരുണ്ട്, അതിൻ്റെ അകത്ത് ക്യാമറാമാനുണ്ട്, അതിൻ്റെ അകത്ത് എല്ലാ, ചുരുക്കം പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സകല ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ള എൻ്റെ സ്നേഹിതന്മാരായിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷനിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളു. നിങ്ങളെ വിളിച്ചു വരുത്തിയതിനെ കുറിച്ച് പറയാം. ഞാൻ നിങ്ങളെ ഒന്ന് എങ്ങനെയും സന്തോഷിപ്പിക്കാൻ നോക്കി, എന്നിട്ടൊന്നും ചിലർക്ക് പറ്റുന്നില്ല. ആ മുഖമൊന്നും ശരിയായിട്ട് വരുന്നില്ല. ഓക്കെ, റെഡി ആയിക്കോളൂ. ദേവദാസൻ പുറകെ എഴുന്നേക്കുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ മകൾ ആൻ മേരി തോമസ്, അപ്പോൾ തന്നെ ശ്രീമാൻ KC ബാബു അവറുകളുടെയും ബീന ബാബുവിൻ്റെയും മകൻ ബിനീഷ് ബാബു ആയിട്ടുള്ള വിവാഹം, ഇരുഭവനവും ഞങ്ങൾ ഒരുമിച്ച് ആ കാര്യം ആലോചിക്കുകയും ചില തീരുമാനങ്ങൾ അതിനോടനുബന്ധിച്ച് കൈക്കൊള്ളുവാനായിട്ടിടയായി. വളരെ കുറച്ച് ബന്ധുക്കളെ മാത്രം കൂട്ടി ആ ഭവനത്തിൽ ഞങ്ങൾ ചെന്ന് ഇരു വീട്ടുകാരുമായിട്ടിരുന്ന് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, ചിന്തിച്ചു. ചില ആലോചനയിലേക്ക് ഞങ്ങൾ വരുവാനിടയായി. അത് ആ പറഞ്ഞ കാര്യങ്ങൾ ബന്ധുക്കളെയും സഭയിലുള്ള ദൈവ മക്കളെയും ദൈവദാസന്മാരെയും എൻ്റെ സുഹൃത്തുക്കളെയും സ്നേഹിതരെയും അയൽക്കാരെയും എല്ലാവരെയും വിളിച്ച് അതിനൊരു ഉറപ്പ് നമ്മൾ നടത്തുവാനായിട്ടാണ് ഇന്ന് നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അതിൻ്റെ പടിപടിയായ ഓരോ കാര്യങ്ങൾ ഇവിടെ ക്രമീകരിക്കപ്പെടുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും പ്രാർത്ഥനയും അതിലുണ്ടാകണമേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിരുന്നുകൊള്ളുന്നു. ദൈവം എല്ലാവരെ അനുഗ്രഹിക്കട്ടെ. KA തോമസിൻ്റെയും ഷിജ തോമസിൻ്റെയും മകൾ ആൻ മേരി തോമസ്, അതുപോലെ തന്നെ KC ബാബുവിൻ്റെയും ബീന ബാബുവിൻ്റെയും മകൻ ബിനീഷ് ബാബു, ഇവർ തമ്മിലുള്ള കാര്യങ്ങൾ അവരെ പരസ്പരം ഭവനങ്ങളിലെല്ലാം പോയി കണ്ട് സംസാരിച്ചു. അവിടെ വരെ എത്തി നിൽക്കുന്നു എന്നാണ് പ്രിയ അഭിഷക്തൻ പറഞ്ഞത്. ഈ വിവാഹത്തിൻ്റെ വിവാഹ ശുശ്രൂഷ എപ്പോൾ, അത് എങ്ങനെ, എവിടെ വെച്ച് എന്ന പരസ്യമായിട്ട് പറയുവാൻ ബിനീഷ് ബാബുവിൻ്റെ പിതാവോ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിൽക്കുന്നവരോ മുൻപോട്ട് കടന്നു വന്ന് ഇപ്പോൾ പരസ്യമായിട്ട് ഇവിടെ അറിയിക്കുന്നതായിരിക്കും. വിവാഹം മാർച്ച് മാസം ആദ്യം തിരുവനന്തപുരത്ത് നമ്മൾ 2 ഹോട്ടൽ നോക്കിയിട്ടുണ്ട്. ഏത് ഹോട്ടൽ കിട്ടും ആ ഹോട്ടലിൽ വെച്ച് മാർച്ച് മാസം ആദ്യം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ വിവരം എല്ലാവരും അറിയിക്കുക. കൊറോണ സീസണൊക്കെ വെച്ചുകൊണ്ട് ഒരു പ്രത്യേക ഒരു ഡേറ്റ് ഇതൊന്നും പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മോൻ്റെ വരവിനോടുള്ള ബന്ധത്തിലേക്ക് ആയിരിക്കാം. മാർച്ച് മാസം ആദ്യം ഏതായാലും ഒരു വിവാഹം നടക്കും. 2 ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടിലൊന്നിൽ സംഭവം നടന്നിരിക്കും. ഇക്കാര്യം എല്ലാവരും കേട്ടല്ലോ. മാർച്ച് മാസം 2021 മാർച്ച് മാസം ആദ്യം ദൈവികമായാൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തുവാൻ ഇരു കുടുംബങ്ങളും എല്ലാവരും ചേർന്ന് തീരുമാനിച്ചു. ഈ തീരുമാനത്തെ അംഗീകരിക്കാൻ പറ്റുന്നുവെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആ കരമൊന്ന് അടിച്ച് പ്രധാനം നന്ദി പറയാം. ഭയങ്കരം പിന്തുണയോടെ കൈയടിച്ച്, അതെ, ഇവിടെ പാഷ എന്ന് പറഞ്ഞിട്ട് ആരും അടിച്ചില്ല, നല്ല പിന്തുണയോടെ കൈയടിച്ചു. പെണ്ണിൻ്റെ പിതാവിനെയും ബിനീഷിൻ്റെ പിതാവിനെയും കണ്ടു കഴിഞ്ഞു.
അതൊന്നുമല്ല, ഇവിടുത്തെ ഏറ്റവും സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. എല്ലാവർക്കും അവരെ കാണാൻ ആഗ്രഹമുള്ളത് എത്ര പേരുണ്ട്? മോളെ കണ്ടവർ എത്ര? മോളെ കാണാത്തവർ എല്ലാവരും കണ്ടോ? ബിനീഷിനെ കാണാത്തവർ ഓക്കെ, എല്ലാവർക്കും കൂടെ നമുക്ക് അവരെ ഈ പൊതു സ്റ്റേജിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. അതെ, ഒന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആ നല്ല കുടുംബത്തിന് ഒന്നും കൂടെ എനിക്ക് ദൈവം എനിക്കും എൻ്റെ ഭാര്യ ഷീല തോമസിന് ദൈവം 2 പെൺകുഞ്ഞുങ്ങളെയാണ് ദാനമായി നൽകിയത്. അതിൽ മൂത്ത മകളാണ് ആൻമേരി തോമസ്. ഞങ്ങൾ സ്നേഹത്തോടെ പ്രൈസ് മോളെന്ന് വിളിക്കും. അവൾ BSc നഴ്സിംഗ് കഴിഞ്ഞു. ഇനിയും ഒരു എക്സാം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. ഇങ്ങനൊരു വിവാഹാലോചന അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും അതിൻ്റെ ക്രമീകരണങ്ങൾക്കായിട്ട് നമ്മളിവിടെ ഒരുമിച്ച് ആയിരിക്കുന്നു. ഇത് എൻ്റെ ഒരേ ഒരു ഭാര്യ ഷീജ. ഇത് എൻ്റെ ഇളയ മകൾ അച്ഛ. അവൾ ബിടെക്കിന് 3ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഫാമിലി. എൻ്റെ മകനാണ്, പേര് ബിനീഷ് ബാബു. അവൻ MBA പാസ്സായി. ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ജീവമായി സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. ഇളയ മകൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ ജോർജിയയിലാണ്. അവൻ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അടുത്ത ഫെബ്രുവരി മധ്യത്തോട് ഇവിടെ എത്തിച്ചേരും. എൻ്റെ ഭാര്യ ബീന. നമ്മുടെ കരവും ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു ആത്മീയ ശുശ്രൂഷയായിട്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്കൊന്നിച്ചായിരിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. പാസ്റ്റർ സ്വാഗതം പറഞ്ഞപ്പം ഞാൻ തന്നെ പെട്ടെന്ന് പേടിച്ചു പോയതില്ല. പിതൃതുല്യം സ്നേഹിക്കുന്ന ഇന്നത്തെ അധ്യക്ഷ പദവി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ നോക്കി. കാരണം ഇന്ന് നമ്മുടെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് ഞാൻ പിതൃതുല്യം സ്നേഹിക്കുന്ന എൻ്റെ പിതാവാണ്, പാസ്റ്റർ PA എബ്രഹാം. അദ്ദേഹത്തിന് ചില ശാരീരികമായ ക്ഷീണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചത് ഞാനത് ചെയ്യുന്നതേ ഉള്ളൂ. ആമേൻ. കഴിഞ്ഞ ഏകദേശം 20 വർഷമായിട്ട് ഒരു മകനെ പോലെ നിഴലായിട്ട് ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് കൃപ നൽകി. എല്ലാത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിവാഹ നിശ്ചയത്തിനുള്ള കുഞ്ഞുങ്ങളെ അവരുടെ കുടുംബങ്ങളെയൊക്കെ വളരെ സന്തോഷത്തോടെ നമ്മൾ കണ്ടു. വിവാഹ നിശ്ചയ രേഖയിൽ അവർ സൈൻ ചെയ്ത്, അവരുടെ രക്ഷകർത്താക്കളും സഭാപ്രതിനിധികളും ഒക്കെ സൈൻ ചെയ്ത് ഇതൊക്കെ മാറണം, അതൊക്കെ തുടർന്ന് നടക്കുമെന്നാൽ അതിനു മുമ്പ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ പപ്പാടെ ജ്യേഷ്ഠന്മാരെയൊക്കെ വിളിക്കുന്നത് വല്യപ്പ എന്നാണ് ഞാൻ വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രൈസിയുടെ വല്യപ്പ, പാസ്റ്റർ K. തോമസിൻ്റെ ബ്രദർ, മൂത്ത സഹോദരൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷകൻ പാസ്റ്റർ K. എബ്രഹാം തുടർന്നുള്ള സമയങ്ങൾ ദൈവവചനത്തിൽ നിന്നും നമ്മളോട് സംസാരിക്കും. വളരെ താല്പര്യത്തോടെ പ്രാർത്ഥനയോടെ അദ്ദേഹത്തെ നമുക്ക് ക്ഷണിക്കാം. ദൈവം അനുഗ്രഹിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു പ്രസംഗം അത് അനിവാര്യമാണോ എന്നറിയില്ല. കല്യാണ നിശ്ചയത്തിനൊക്കെ അങ്ങനെ വലിയ പ്രസംഗങ്ങളൊന്നുമില്ല അല്ലേ? ഒരു ഷോർട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ പറയുക.
കുഞ്ഞുങ്ങളുടെ അവരൊരുങ്ങി വരികയും എൻ്റെ അനുജൻ കെ തോമസ് എന്നേക്കാൾ 10 വയസ്സിനുള്ളതാണ്. അദ്ദേഹം ഈ കോട്ടൊക്കെ ഇട്ട് ഇതിലൂടെ ഇങ്ങനെ ഓടി നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഫോട്ടോയും ക്യാമറയും മ്യൂസിക്കും ഞങ്ങൾക്ക് ഒത്തിരി ഓർക്കാനുണ്ട്. എൻ്റെ മാതാവും പിതാവും ഇന്നില്ല. എൻ്റെ 4 സഹോദരിമാർ വന്നിട്ടുണ്ട്. അതിലൊരു സഹോദരിയുടെ ഭർത്താവാണ് മാത്യു ജോർജ്. ജോസ് ഇവിടെ ഉണ്ട്. മൂത്ത സഹോദരിയുടെ ഭർത്താവ് കർത്താവിൻ്റെ വഴിയിലേക്ക് പോയി. നല്ല സഹോദരി മക്കളൊക്കെ ഉണ്ട്, മരുമക്കളുണ്ട്. ഷൈനി മോനുണ്ട്. അവളുടെ ഭർത്താവ് ജബൽപൂരിലാണ്, അദ്ദേഹം പാസ്റ്ററാണ്. ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ കരയാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു കാര്യം, ദൈവം എന്നെ ഇങ്ങനെ ഓർപ്പിച്ചു. എനിക്ക് തോന്നുന്നു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവിതത്തിലെ പഴയ കാര്യങ്ങൾ സ്റ്റേജിൽ പറയുന്ന ഒരാൾ ഞാനായിരിക്കും എന്നാണ് തോന്നുന്നു. എന്നോട് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ അങ്ങനെ പറയരുത്, കഷ്ടപ്പെട്ട ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളൊന്നും പറയരുതെന്ന്. പക്ഷെ ഞാൻ ആ പറഞ്ഞവരോടും കൂടെ പറയും, മരിക്കുന്നവരെ പറയും. കാരണം എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യങ്ങൾ എനിക്ക് മറക്കാൻ പറ്റില്ല. എൻ്റെ അനുജൻ, ഞാൻ ഉൾപ്പെടുന്ന നിങ്ങൾ 6 മക്കളുള്ള ഞങ്ങളുടെ കുടുംബം വളരെ പട്ടിണിയിലും കഷ്ടതയിലും ഒക്കെ കടന്നു പോകുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ അനുജനെ കോട്ടയം CMS ഹൈസ്കൂളിൽ കൊണ്ട് ചേർത്തു. അങ്ങനെ എൻ്റെ അനുജൻ 10ാം ക്ലാസ് പാസ്സായി എൻ്റെ നാട്ടിൽ വണ്ടിപ്പെരിയാറിനടുത്ത് ഞങ്ങൾ പാർത്ത ഗ്രാമത്തിൽ വന്നു. ഒരു പുല്ലുമേഞ്ഞൊരു പുര, ചാണകം മെഴുകിയ തറ. എൻ്റെ അമ്മ എസ്റ്റേറ്റിൽ കൊടുത്തുന്നുള്ളാൻ പോകും. എൻ്റെ മൂത്ത സഹോദരി ഇരിപ്പുണ്ട്. അന്ന് ഞാൻ ജോലിക്ക് പോയാൽ എനിക്ക് 8 രൂപയാണ് ശമ്പളം ഒരു ദിവസം. ഞാൻ ചിലപ്പോഴൊക്കെ തമാശ, ചില ആൾക്കാർ ചിരിക്കും, പക്ഷെ ഞാൻ പറയുന്ന കാര്യമാണ്. എൻ്റെ അനുജനെ എന്നെ കൂടെ നിങ്ങൾ നിർത്തി നോക്കിയാൽ അവനാണ് പൊക്ക കൂടുതൽ. അത് മാതാവിൻ്റെ പിതാവിൻ്റെ ഹെറിഡിറ്ററി ആണെന്നൊക്കെ പറയും. അതൊന്നുമല്ല, ഞാൻ കല്ല് ചുമന്നിങ്ങനെ ആയി പോയതാണ്. വലിയ കല്ലൊക്കെ വളരുന്ന പ്രായത്തിൽ തലയിലെടുത്ത് വെച്ചാൽ ഏത് മനുഷ്യനാ പോകുന്നത്. ഇവൻ 10ാം ക്ലാസ് പാസ്സായി നാട്ടിൽ വന്നപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മയോട് പറഞ്ഞു, എൻ്റെ മദർ, ഞങ്ങളുടെ അമ്മയോട് ഇവൻ പറഞ്ഞു, എന്തോ പുതിയ ഷർട്ടും ഇതൊക്കെ വേണം കൂട്ടുകാരൊക്കെ ഇടുന്ന കണ്ടിട്ട്. അപ്പം അന്നേരത്തെ വിഷമത്തിൽ, സാറിന് എന്നോട് പറയുന്നത്ര ദേഷ്യത്തിൽ ഇവനോട് പറയത്തില്ല. ഇളയ മോനായതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. ഇവനോട് പറഞ്ഞു, മൂത്തവൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാൻ പറഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ നാട്ടിൽ വന്നപ്പം, ഞാനെന്താ ജോലി ചെയ്യുന്നതെന്ന് അറിയണ്ടേ? എറണാകുളത്ത് ഒരു ഹോട്ടലിൽ സപ്ലയറാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞു ഞാനും വരുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തെ കൂടെ ഞാൻ കൊണ്ടുപോയി മേഴ്സി നഴ്സിംഗ് ഹോം എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ. ഈ പെട്ടെന്ന് എന്ന സപ്ലയറായിട്ടൊന്നും കിട്ടിയല്ല. അപ്പോൾ പ്ലേറ്റൊക്കെ വാഷ് ചെയ്യുന്ന ആ ആളാണ് ഇന്ന് തൻ്റെ മോളെ ഒരുക്കി വിട്ടിരിക്കുന്നത്. ഇവൻ ജോലിക്ക് കയറി അന്ന് 12 പ്ലേറ്റ് പൊട്ടിച്ചു.
ഒരടുക്ക് പ്ലേറ്റ് താഴെ ഇട്ട്. എൻ്റെ മുതലാളി എന്നെ വിളിച്ച് പറഞ്ഞു, ഇവനെ എളുപ്പം കൊണ്ടുപോക്കൂ. ഞങ്ങളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഒത്തിരി ഓർമ്മകൾ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന ഒരു ഡ്രസ്സോ, ഞങ്ങളുടെ സാധ്യത്തിലെ G4 ജനറേഷനിലെ കുഞ്ഞുങ്ങളുടെ പാട്ടും ഈ സംവിധാനം കാണുമ്പോൾ ഞങ്ങളെ ഇങ്ങനെ ഉയർത്തി മാനിച്ചൊരു ദൈവം. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കർത്താവ് ഞങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ അതിനകത്ത് നിങ്ങളോട് പറയാൻ ഈ സാക്ഷ്യം കൊടുക്കണം. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഈ സാക്ഷ്യം ഒരു വലുതാണ്. ഇത് ചുമന്ന ആരെയും ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. ജോയിൽ പാടിയ ആ വരികൾ നിങ്ങൾ കേട്ടോ, അവൻ ആർക്കും കടക്കാരൻ. ഞങ്ങളെപ്പോലെ തന്നെ ഒരുപക്ഷെ മൈക്ക് കൊടുത്താൽ ബാബു സാറിനും ബീന ആൻറ്റിക്കും വേറൊരു നിറമുള്ള സാക്ഷ്യം പറയാനുണ്ടാവും. ഇന്നവരെത്തി നിൽക്കുന്ന ഈ മോനെ ഇങ്ങനെ സ്റ്റേജിൽ എത്തിയിരിക്കുമ്പോൾ അവരും ഉയർന്നു വന്ന അങ്ങനെ രണ്ട് വ്യത്യസ്തമായ പാരമ്പര്യത്തിൻ്റെ സാക്ഷ്യം ദൈവം ഉയർത്തി മാനിച്ചു. അതിൻ്റെ പ്രാർത്ഥിച്ച് കിട്ടിയ നന്മകളെ അവർക്കുള്ളൂ. അതിനകത്ത് യാതൊരു സംശയമില്ല. വാചാനല്ല മായി കൊടുക്കണം, വീനാൻറ്റിയുടെ ഇടോട്ട് കൊടുക്കണം. ഒറ്റ മണിക്കൂർ പറയും. അതുപോലെയുണ്ട് ദൈവം കൊടുത്ത നന്മകൾ. അപ്പൊ അത് കഴിഞ്ഞു, കണ്ണൊക്കെ തുടച്ചോ. ഇനി എല്ലാം പറഞ്ഞെങ്കിൽ നിൽക്കല്ല. ഇവിടെ 3 തരം ആൾക്കാർ ഇന്ന് വന്നിട്ടുണ്ട്, 3 സൈസ് ആൾക്കാർ. അതിലൊന്ന് ഇതുവരെ കല്യാണം കഴിയാത്തവരാണ്. അവരാണ് ഈ ചെറുക്കനെയും പെണ്ണിനേക്കാൾ നല്ലപോലെ ഒരുങ്ങി വന്നിരിക്കുന്നത്. എപ്പോഴാണ് എൻ്റെ സോദര എൻ്റെ കല്യാണം എന്നുള്ള ഒരു മേലെടുത്ത് അവരുടെ മുഖം വായിച്ചാൽ മതി. ഒത്താൽ അവർ ഇവിടുന്ന് ഒന്ന് ഒപ്പിച്ചുകൊണ്ട് പോകും. അവർക്ക് ഞാൻ പ്രവേശം എന്ന് പേരിടും. അവരുടെ പേരാണ് പ്രവേശം. അവർ പ്രവേശിച്ചിട്ടില്ല, പ്രവേശിക്കും ഉടനെ. എന്നാൽ ഈയിടെ കല്യാണം കഴിഞ്ഞ ചിലർ വന്നിട്ടുണ്ട്. അവർ മിക്കവാറും അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്. അവരിടയ്ക്കിടയ്ക്ക് ഞൊള്ളുന്നുണ്ടാവും. അവരും അത്യാവശ്യം ഒരു നല്ല സന്തോഷത്തിലാണ്. അവർക്ക് ഞാൻ ആവേശം എന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ കൂട്ടരാരാ? പ്രവേശം. രണ്ടാമത്തത് ആവേശം. എന്നാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയിട്ട് ഇതൊക്കെ ഞങ്ങൾ എത്ര കണ്ടതാ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അവരുടെ പേര് പരവേശം. അങ്ങനെ പ്രവേശം, ആവേശം, പരവേശം, ഇങ്ങനെ 3 ഗ്രൂപ്പ് ആൾക്കാരാണ് ഇന്നിവിടെ പങ്കെടുക്കുന്നത്. ഇതിൽ അവരവർക്കറിയാം. ആമേൻ. ഇത് 3-നകത്ത് ഉൾപ്പെടാത്ത ഒരു അഭിനിവേശമാണ് ഈ കസേരയിലിരിക്കുന്നത്. ഇതിനകത്തൊന്നും പെടുകയില്ല. കഴിഞ്ഞോ? ഇല്ല. കഴിയുമോ? എന്നാ കഴിയും. ഇവരിടുന്നപ്പോഴേ ഞാൻ പറഞ്ഞു, ഞങ്ങൾ അകന്നിരിക്കും, കല്യാണം കഴിഞ്ഞിട്ട് നിശ്ചയമായതേ ഉള്ളൂ, തോണ്ടലൊന്നും വേണ്ടെന്ന് ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞായിരുന്നു. വിവാഹം 3 കാര്യങ്ങൾക്കാണ്. അതിനകത്തൊരു ബയോളജിക്കൽ പർപ്പസ് ഉണ്ട്, അതിനകത്തൊരു സോഷ്യൽ പർപ്പസ് ഉണ്ട്, അതിലെല്ലാം ഒരു ഡിവൈൻ പർപ്പസ്. നിങ്ങൾ സന്താനം പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ മുഴുവൻ നിറയണമെന്നുള്ളത് ദൈവം മനുഷ്യനോട് കൽപ്പിച്ചിരിക്കുന്ന ബയോളജിക്കൽ പർപ്പസാണ്. അപ്പോൾ തന്നെ സ്വർഗത്തിനും ഭൂമിക്കും സ്നേഹിതർക്കും സഹപാഠികൾക്കും സഹപ്രവർത്തകർക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം മാതൃകയായി ഒരു കുടുംബജീവിതം നയിച്ച് അനേകരെ ആ മാതൃകയിലേക്ക് നയിക്കുക എന്നുള്ളത് ഒരു കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന സോഷ്യൽ പർപ്പസാണ്. എന്നാൽ അതിനപ്പുറം ഒരു ഡിവൈൻ പർപ്പസ് ഉണ്ട്. അത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ദാറ്റ്സ് എ ഡിവൈൻ പർപ്പസ്. ആമേൻ.
അതിന് തന്നെ ഒരു ബയോളജിക്കൽ പർപ്പസ് ഉണ്ട്, ഒരു സോഷ്യൽ പർപ്പസ് ഉണ്ട്, ഒരു ഡിവൈൻ പർപ്പസ് ഉണ്ട്. നമ്പർ 2, വിവാഹം ഒരു കർമ്മമാണ്, അതൊരു കാര്യമാണ്. വിശ്വാസത്താൽ നടക്കുന്നതല്ല. വിശ്വാസത്താൽ ഞാൻ സരോജിനെ വിവാഹം കഴിച്ചെന്ന് പറയാൻ പറ്റുമോ? വിശ്വാസത്താൽ പലതുണ്ട്, പക്ഷെ ഇത് കർമ്മമാണ്, ഇത് ചെയ്യണം. അവർ അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നേ പറ്റൂ. എന്നാൽ ഇതൊരു ധർമ്മമാണ്. മൂന്നാമത്, ഇത് കർമ്മമാണ്, ഇത് ധർമ്മമാണ്, അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു മർമ്മമാണ്. കാരണം ഇവരിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഇന്നലെ രാത്രി ഞാൻ പാട്ടുപാടിയ പോലെ, അന്തപുരത്തിലെ രാജ്ഞി ചന്തമിഴി ശോഭ മൂലം എന്തു പരിപൂർണയാം അവൾ, സഭയാം മണവാട്ടി, ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെടുന്നതിൻ്റെ ഒരു നിഴലും കൂടിയാണ്. ഓരോ വിവാഹവും നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് മനുഷ്യന് ഒരിക്കൽ കൂടെ തട്ടി ഉണർത്തുകയാണ്, ക്രിസ്തുവാകുന്ന മണവാളൻ എത്രയും വേഗം മടങ്ങി വരും. സ്തോത്രം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം മുഴുവൻ കേട്ടതിന് ശേഷമേ നിങ്ങൾ നെറ്റി ചുളിക്കുകയോ ദേഷ്യപ്പെടുക എന്തെങ്കിലും ചെയ്യാവുള്ളൂ. ഇവരുടെ 7ാമത്തെ കല്യാണ നിശ്ചയമാണ്. ശ്വാസമെല്ലാം പോയില്ല. 1ാമത്തത്, മകള് പ്രായപൂർത്തിയായി വിവാഹപ്രായമായപ്പോൾ അമ്മയും അപ്പനും കൂടെ ഇവരാരും കേൾക്കാതെ ബെഡ്റൂമിലിരുന്ന് നിശ്ചയിച്ചു, എൻ്റെ മകൾക്കൊരു വിവാഹം വേണം. അതാണ് പ്രൈസിയുടെ 1ാമത്തെ നിശ്ചയം. 2, ആൾക്കാരൊക്കെ ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ വട്ടം വയറ്റത്ത് പിടിച്ചിങ്ങനെ കുടുംബമായിട്ട് യാത്ര ചെയ്യുന്ന കണ്ടപ്പോൾ അവൾ ഈ നേഴ്സിങ്ങിന് പോകുമ്പോഴൊക്കെ കാണും വഴിയില്ല. അന്നേരം അവൾ ഓർത്തു, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പം എനിക്ക് ഒരു വിവാഹം എത്രയും വേഗം നടക്കും. അപ്പം അവളും ഒരു കാര്യം നിശ്ചയിച്ചു. 3ാമത്, ഇവർ രണ്ടുപേരും ദൈവകുഞ്ഞുങ്ങളായതുകൊണ്ട് ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി അവർ രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവിൻ്റെ മണവാട്ടിയായി അവർ സ്വയം നിശ്ചയിച്ചു. കല്യാണ നിശ്ചയം നമ്പർ 3. അത് കഴിഞ്ഞ് ഇവരുടെ 2 കൂട്ടരുടെ മാതാപിതാക്കൾ, അമ്മേൻ, ഇങ്ങനൊരു ചടങ്ങൊന്നുമില്ലാതെ അവർ തമ്മിൽ ആലോചിച്ച് നിശ്ചയിച്ചു കല്യാണ നിശ്ചയം നമ്പർ 4. അതിനുശേഷം ഇവർ തമ്മിൽ കണ്ടപ്പോൾ നമ്മൾ ആരോടും പറയാതെ ഇവർ രണ്ടുപേരും നിശ്ചയിച്ചു, നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ വിവാഹം കഴിക്കും. നമ്പർ 5. ആമേൻ. എന്നാൽ അത് കഴിഞ്ഞ് സഭ ഒരുമിച്ച് കൂടി തീരുമാനിച്ചു, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഇത്രാം തീയതി നിശ്ചയിക്കണം. കല്യാണ നിശ്ചയം നമ്പർ 6. 6 നിശ്ചയം കഴിഞ്ഞില്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞു, ഇന്നിവിടെ നടക്കുന്നത് 7ാമത്തെ നിശ്ചയമാണ്. ഇനി ശ്വാസം വിട്ടു. ചിലരൊക്കെ 7ാമത്തെ നിശ്ചയവും എന്നിങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വ്യത്യസ്ത കാലയളവിൽ പല സന്ദർഭങ്ങളായിട്ട് സഭയും മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആലോചിച്ചു തീരുമാനിച്ച ആ വിവാഹത്തിൻ്റെ ദിവസവും അതിലേക്കുള്ള യാത്രയുമെല്ലാം ഒരുമിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് പ്രാർത്ഥിക്കുവാൻ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾക്ക് കൂടി വരാൻ ദൈവം ഇടയാക്കി. എൻ്റെ വാക്കിൽ ദീർഘിപ്പിക്കുന്നില്ല, ഞാനിവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. സർവശക്തനായ ദൈവം ആത്മീയമായി, ഭൗമികമായി, മാനസികമായി, സാമ്പത്തികമായി, ശാരീരികമായി സ്വർഗത്തിനും ഭൂമിക്കും ദൈവത്തിനും മനുഷ്യർക്കും ദേശത്തിനും സഭയ്ക്കും സമൂഹത്തിനും മാതൃകയുള്ള ഒരു കുടുംബ ജീവിതത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കട്ടെ. നിങ്ങൾ എന്നാ പഠിച്ചാലും MBAയും BSc നഴ്സിംഗും എല്ലാം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലും അതിലെല്ലാം ഉപരി നിങ്ങൾ പ്രവേശിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ തുടക്കം മുതൽ നിങ്ങൾ ദൈവത്തിനൊരു മിഷണറി കുടുംബമായി കൂടി
തമ്പുരാന്റെ നാമത്തിന് വേണ്ടി അധികമായി പ്രവർത്തിപ്പാൻ എല്ലാ കൃപകളാലും ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ, രണ്ട് കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. ഇപ്പോൾ ദൈവസഭകളുടെ വിവാഹ നിശ്ചയ രേഖയിൽ നിയുക്ത വരനും വധുവും അവരുടെ പിതാവ്, മാതാവ്, സഭാ ശുശ്രൂഷകന്, സഭാ പ്രതിനിധി മുൻപോട്ട് കടന്നു വന്ന് ഇപ്പോൾ കൊയറ ഒരു പാട്ടിൻ്റെ ചില വരികൾ പാടുമ്പോൾ അവർ വിവാഹ നിശ്ചയ രേഖയിൽ ഇപ്പോൾ ഒപ്പിടുന്നതായിരിക്കും. Raja, Victoria.